blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇതുവരെയുള്ള 100 കണക്കിന് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോട് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് റിയാദിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഇളയ മകൻ ജീമോൻ്റെ ബർത്ത്ഡേ എന്നാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ജീമോനെ അനുഗ്രഹിക്കുന്നു. ക്രോണിക്കായിട്ടുള്ള ആസ്മ സൗഖ്യമാകട്ടെ. മാത്രമല്ല, എല്ലാ ബന്ധനങ്ങളും താൻ പരിപൂർണമായും സ്വതന്ത്രനാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവിയിലേക്കുള്ള സകല അനുഗ്രഹങ്ങളും കർത്താവ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഈ എപ്പിസോഡ് ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും വിടുതലിന് വേണ്ടി ഈ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജീമോൻ. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഊരുട്ടമ്പലത്തിൽ നിന്നുള്ള ഷൈനി അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ അശ്വിനെയും അഭിഷേകിനെയും കർത്താവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൽ വളരുവാൻ അങ്ങ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക ബാധ്യതകളും കർത്താവ് കടബാധ്യതകൾ മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മുഴു കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ 2 സ്പോൺസറെ അവരുടെ കുടുംബങ്ങളെയും കർത്താവ് തിരുനാമത്തിൽ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരിയുടെ പേര് വിമല എന്നാണ്. ഈ ആൻറ്റി പറയുന്നത് എങ്ങനെയാണ്, 13 വർഷമായി തനിക്ക് അൾസർ ഉണ്ടായിരുന്നു. 13 വർഷമായി. അതോടൊപ്പം തന്നെ നട്ടെല്ലിന് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. 2 തരത്തിലുള്ള രോഗം തനിക്കുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്തെല്ലാം ആണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? ആൻറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്, വീട്ടുജോലികൾ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ബസ്സിൽ കയറാൻ പറ്റിയില്ല, ഒരു വസ്തുവും കുനിഞ്ഞെടുക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ പോട്ടെ, ഭക്ഷണം പോലും അൾസർ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. എത്ര ദുരിതപൂർണമാണ് 13 വർഷം അതുപോലെ ജീവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർച്ച് മാസത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആൻറ്റി ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇപ്പോൾ അൾസറുള്ള ഒരു സഹോദരി ഇപ്പോൾ സൗഖ്യമാകുന്നു എന്ന് പ്രാർത്ഥിച്ചു. ആ സമയം ഈ ആൻറ്റി അത് ഏറ്റെടുത്ത് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ആൻറ്റി പറയുക, അന്നു മുതൽ തനിക്ക് ആ അൾസർ രോഗം മാറിപ്പോയി, നടുവിൻ്റെ പ്രോബ്ലം മാറിപ്പോയി ഒരേ ദിവസം തന്നെ. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് മനസ്സിലായത്? ആൻറ്റി പറഞ്ഞത് എങ്ങനെയാ, അന്ന് മുതൽ ഞാൻ എല്ലാ ഭക്ഷണവും കഴിച്ചു, ഒരു കുഴപ്പവുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കാം, അതെ, വീട്ടിലെ എല്ലാ പണികളും എടുത്തു, അപ്പോഴും നടുവിന് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ ആൻറ്റി പറഞ്ഞത് എങ്ങനെയാ, കുറച്ച് കടുകട്ടി പരീക്ഷണം വരെ നടത്തി. കടുകട്ടി പരീക്ഷണം? വീട്ടിലെ വീടിന് പണിക്ക് ആവശ്യമുള്ള മണൽ അരിക്കുകയും മണൽ ചുമക്കുകയും മെറ്റിൽ ചുമക്കുകയും എല്ലാം ചെയ്തു. വീട് പണിക്ക് വേണ്ടിയുള്ള എല്ലാ പണികളും ഈ ആൻറ്റി ചെയ്തു. നട്ടലിന് പ്രയാസമുണ്ടായിരുന്ന ഒരു വ്യക്തി അതെ ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കിടപ്പിലായോ? ഇല്ല. ആൻറ്റി പറയുന്നത് എങ്ങനെയാ, പൂർണ്ണമായും തനിക്കിപ്പോൾ ആ ഒരു നട്ടലിന് ആ പ്രോബ്ലം ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. മാർച്ച് മുതൽ ഇങ്ങോട്ട് സൗഖ്യമുണ്ടായി. എല്ലാവരും പറഞ്ഞേ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ,
ഇപ്പം നമ്മളെവിടെയാ? നവംബർ 9ാമത്തെ മാസമാണ്. 13 വർഷത്തിന് ശേഷം നട്ടലിന് പ്രയാസമില്ലാതെ, അൾസർ ഇല്ലാതെ എല്ലാ ഭക്ഷണവും കഴിക്കാം. വീടിൻ്റെ പണി നടക്കുമ്പോൾ കല്ല് വരെ ചുമന്നു, മെറ്റൽ വരെ ചുമന്നു. സിസ്റ്റർ, ഈ പറഞ്ഞതെല്ലാം ശരിയാണോ? എല്ലാം ശരിയാണ്. ഈ സാക്ഷ്യം പറഞ്ഞ ബ്രദർ വല്ല കാശ് വല്ലതും തന്നോ? ഇത് പറയിപ്പിക്കാൻ? ഒന്നും തന്നില്ല. ഇവിടെയുള്ള ആരെങ്കിലും വല്ല കാശ് തന്നോ? ആരും തന്നിട്ടില്ല. ബ്ലെസ്സിംഗ് ടുഡേ എന്ന് വല്ല എമൗണ്ട് തന്നോ? ഒന്നും തന്നിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ചിലർക്ക് അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. ഇവരുടെ ഒരു പ്രചാരണത്തിന് വേണ്ടി കാശൊക്കെ കൊടുത്ത് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. സത്യം ഞാൻ പറയാം, പലരും വന്ന് സാക്ഷ്യം പറയുമ്പോൾ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എൻ്റെ അറിവോടുകൂടിയല്ല പലതും നടക്കുന്നത്. നമ്മൾ സ്റ്റുഡിയോയിൽ കർത്താവ് തരുന്നത് വിളിച്ച് പറയുന്നു. പക്ഷെ അതിനുശേഷം വീട്ടിലിരുന്ന് കാണുന്ന വീട്ടമ്മമാരും വീട്ടപ്പന്മാരും എല്ലാം സൗഖ്യമാകുന്നത് എങ്ങനെയാണ്? യേശു അവിടെ പ്രവർത്തിക്കുമ്പോഴാണ്, അല്ലാതെ ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്തത് കൊണ്ട് സൗഖ്യം നടക്കുമോ? ദിസ് ഇസ് ഫുള്ളി ജീസസ്. യേശുവാണ് വിടുതലുകൾ നൽകുന്നത്. അതുകൊണ്ട് കാര്യം ഉറപ്പുണ്ട്. ഞാനായിരുന്നെങ്കിൽ ആവശ്യത്തിനൊക്കെ നോക്കി ആ സഹോദരൻ കൊള്ളാം, കൊടുത്തേക്കാം, ആ സഹോദരി കൊള്ളൂല, കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുക. പക്ഷേ യേശു അങ്ങനെയല്ല. മുഖപക്ഷമില്ലാത്തവനാണ് യേശു. നിന്റെ വിദ്യാഭ്യാസമോ പണമോ ഭക്തിയോ നോക്കിയിട്ടല്ല, അവൻ്റെ കൃപയ്ക്കൊത്തവണ്ണം, അവൻ്റെ കരുണയ്ക്കൊത്തവണ്ണം യേശു അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നൽകുന്നവനാണ്. വിശ്വസിക്കുന്നവർ 2 കൈകളും ഉയർത്തി ആ 2 കൈകളും അടിച്ച് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. കാരണം ലജ്ജ കൂടാതെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ സാക്ഷ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും അത്ഭുതങ്ങൾ 1, 2, 3, 100, 200, 500 ആയിരങ്ങളായി അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഇപ്പോൾ നിരവധി രാജ്യങ്ങളിൽ ലോകമെമ്പാടും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെ പേര് ഫോളോ ജീസസ് ടു ബ്രൈറ്റൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരാൻ യേശുവിനെ അനുഗമിക്കുക. നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമായി മാറേണ്ടതിന് യേശുവിനെ അനുഗമിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്. When Jesus spoke again to the people, he said, I am the light of the world. അതിനുശേഷം കർത്താവ് പറയുന്നത് ഇങ്ങനെ, Whoever follows me will never walk in darkness, but will have the light of life. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എല്ലാവരും ചേർന്ന് പറയാം, യേശു ഉറക്കെ, ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയുടേതല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ നാടിൻ്റെയോ അല്ല. യേശു പറയുന്നത് ഞാൻ മുഴു ലോകത്തിൻ്റെയും പ്രകാശമാകുന്നു. അതിനുശേഷം പറയുന്നതാണ് അതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ളത്. Whoever follows me, ആരൊക്കെ എന്നെ അനുഗമിച്ചാലും, എൻ്റെ പിന്നാലെ വന്നാലും, will never walk in darkness, ഒരു നാളും ഒരിക്കലും ഇരുളിൽ ആയി പോകുകയില്ല, but will have the light of life, എന്നാൽ ജീവൻ്റെ പ്രകാശം, ജീവൻ്റെ വെളിച്ചം അവർക്കുണ്ടായിരിക്കും. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഇവിടെ പ്രകാശം എന്ന് കർത്താവ് പറയുന്നത് നമ്മൾ ഈ കാണുന്ന വീഡിയോ ലൈറ്റോ, ഏതെങ്കിലും ഒരു CFL ലാമ്പ് തെളിയിക്കുമ്പോൾ, സോഡിയം വേപ്പർ ലാമ്പ് തെളിയിക്കുമ്പോൾ, LED ലൈറ്റ് കത്തിക്കുമ്പോൾ, ഒരു റാന്തൽ വിളക്ക് കത്തിക്കുമ്പോൾ, മെഴുകുതിരി കത്തിക്കുമ്പോൾ കിട്ടുന്ന ഭൗതികമായ ഒരു വെളിച്ചത്തെക്കുറിച്ചല്ല യേശു പറയുന്നത്. ദിസ് ഈസ് എ സ്പിരിച്വൽ ലൈറ്റ്. ഒരു ആത്മീയ പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോകം മുഴുവൻ, ചരിത്രം മുഴുവൻ ജനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ ജ്യോതിസിലേക്ക്, അങ്ങയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ.
എല്ലാ ജനതകളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വെളിച്ചത്താൽ ഞങ്ങളെ നടത്തണമേ, വെളിച്ചത്തിലൂടെ ഞങ്ങളെ നടത്തണമേ, ഞങ്ങൾക്കുള്ളിൽ പ്രകാശം തരണമേ, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. യേശുവാണ് അതിന് മറുപടിയുമായി ഭൂമിയിലേക്ക് വന്നത്. യേശു പറയുന്നത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാനാണ് ആ വെളിച്ചം. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹി ഈസ് ദ ട്രൂ ലൈറ്റ്. സത്യപ്രകാശം, സത്യവെളിച്ചം യേശുവാണ്. എന്നിട്ട് പറയുന്നത്, ആരെങ്കിലും യേശുവിനെ അനുഗമിച്ചാൽ അയാളുടെ ജീവിതം ഒരിക്കലും ഇനി ഇരുളിൽ ആയിരിക്കുകയില്ല. ആ വ്യക്തി ജീവൻ്റെ പ്രകാശം ഉള്ള വ്യക്തി ആയിരിക്കും. വിരോധമില്ലെങ്കിൽ ഒരു കൈയെങ്കിലും ഉയർത്തിപ്പിടിച്ച് ഒരു ഹല്ലേലൂയ എങ്കിലും ഉറക്കെ പറയണം. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുക, ഇതുപോലൊരു വീഡിയോ ലൈറ്റ്, വലിയൊരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളുടെ മുമ്പിലുണ്ടെന്നിരിക്കട്ടെ. എന്ന് മാത്രമല്ല, നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ഈ ലൈറ്റ് നിങ്ങളുടെ മുമ്പിൽ പോവുകയാണ്. എന്ത് സംഭവിക്കും? ഒരു സമയത്ത് പോലും നിങ്ങളുടെ മുമ്പിൽ ഒരല്പം പോലും ഇരുൾ ഉണ്ടായിരിക്കുകയില്ല. രാത്രിയായാലും പകലായാലും നിങ്ങളുടെ ജീവിതം മുഴുവൻ പ്രകാശിച്ചിരിക്കും. ഇതുപോലെയാണ് യേശു പറയുന്നത്, എന്നെ ആരെങ്കിലും ഈ ഭൂമിയിൽ അനുഗമിച്ചാൽ, പിന്നാലെ വന്നാൽ, എന്നിൽ നിന്നും പ്രകാശം ലോകത്തിലേക്ക് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അയാളുടെ ജീവിതം മുഴുവൻ പ്രകാശിക്കും. അയാളുടെ ജീവിതത്തിൽ അല്പം പോലും ഇരുൾ ഉണ്ടായിരിക്കുകയില്ല. ഫോളോ ദിസ് ബ്രൈറ്റ് ലൈറ്റ് സോ ദാറ്റ് യു വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ് ഇൻ യു. ജീവന്റെ വെളിച്ചം വേണോ? ഈ അത്ഭുത പ്രകാശത്തെ, ഈ മഹാപ്രകാശത്തെ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചത്തെ വേണം അനുഗമിക്കാൻ. വേറൊന്നിൻ്റെ പിന്നാലെ പോകരുത് എന്നൊരു സന്ദേശം കൂടെ യേശു അവിടെ തരികയാണ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, യേശു അല്ലാതെ വേറെ ഏതിൻ്റെങ്കിലും പിന്നാലെ പോവുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ വെളിച്ചം ഉണ്ടായിരിക്കില്ല, ഇരുൾ നിറഞ്ഞിരിക്കും, കൂരിരുൾ നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം 4-ാമത്തെ വചനത്തിൽ പറയുന്നത്, even though I walk through the darkest valley I will fear no evil for you are with me. സങ്കീർത്തനം എഴുതിയ വ്യക്തി മനോഹരമായ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ ഞാൻ പോയാലും പോകേണ്ട അവസ്ഥകൾ വരാം. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കൂരിരുളിൻ്റെ താഴ്വര ജീവിതത്തിൽ വന്നെന്നിരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? കൂരിരുളിൽ ഇങ്ങനെ ജീവിക്കുമോ? ഇല്ല. ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം വെളിച്ചമായ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഒരു രോഗാവസ്ഥ എന്ന കൂരിരുൾ വന്നാൽ, ഒരു സാമ്പത്തിക തകർച്ചയുടെ കൂരിരുൾ വന്നാൽ, ഒരു കുടുംബത്തിലെ ബ്രോക്കൺ റിലേഷൻഷിപ്പിൻ്റെ ഒരു കൂരിരുൾ വന്നാൽ, പരാജയങ്ങളുടെ കൂരിരുൾ വന്നാൽ, എന്താണ് അവിടെ പറയുന്നത്? ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. അവിടെ 27, 28, 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. യേശു എന്ന ഇടയൻ്റെ ആടാണ് നമ്മളെന്ന് എങ്ങനെ മനസ്സിലാകും? വെരി സിമ്പിൾ. ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും, വേറൊന്നും വേണ്ട. ഇടയൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആടുകളെയും ഇടയനെയും കുറിച്ചുള്ള ചിത്രീകരണം ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് വെളിപ്പാട് പുസ്തകം വരെ കിടപ്പുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പോലും കുഞ്ഞാടിനെ അനുഗമിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്, ആട്, ഇടയൻ, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ആടുകളുടെ ഇടയൻ്റെയും കൂട്ടായുള്ള ജീവിതത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഇടയന് 100 ആടുകളുണ്ടെങ്കിൽ അതിലെ ഓരോ ആടുകൾക്കും ഇടയൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയും.
എന്ന് വെച്ചാൽ ഒരാട്ടിൻകൂട്ടവും ഒരിടയനും. കുറച്ച് മാറി പുൽപ്പുറത്ത് വേറൊരു ആട്ടിൻകൂട്ടവും ഒരിടയനും ഉണ്ടെന്നിരിക്കട്ടെ. ഇവിടെ 100 ആട്, അവിടെയും 100 ആട്. ഈ 100 ആടുകൾക്കും ഈ ഇടയൻ്റെ വോയിസ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. മറ്റേ ഇടയൻ വന്ന് ഇവിടെ ഒച്ച വെച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയാം ഇതെൻ്റെ ഇടയനല്ല, വേറെ ഏതോ ഇടയനാണ്, അതുകൊണ്ട് വിളിച്ചാൽ പോവില്ല. മറ്റേ ആടുകൾ ഈ ഇടയൻ്റെ ശബ്ദം കേട്ടാലും തിരിച്ചറിയും അത് എൻ്റെ ഇടയനല്ല, വേറെ ഏതോ ഇടയനാണ്, അതുകൊണ്ട് ഞാൻ പോവില്ല. യേശു പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, മന്ദമായ ചെറിയ ശബ്ദത്തിൽ മൃദുവായ സ്വരത്തിൽ യേശു എന്ന ഇടയൻ്റെ ശബ്ദം ഉള്ളിൽ കേൾക്കുമ്പോൾ യേശുവിൻ്റെ ആടാണെങ്കിൽ അത് തിരിച്ചറിയും. ഹല്ലേലൂയ. അങ്ങനെ ദൈവശബ്ദം കേൾക്കുന്ന, യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവർ ഒന്ന് കൈകൾ വീശി കർത്താവിനെ സ്തുതിക്കാമോ? ഉറക്കെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നൊരു വലിയ ഭാഗ്യം. തുടർന്ന് വായിക്കുന്നത് ഐ നോ ദം. അതായത് യേശുവിനെ പിന്തുടരുന്ന വ്യക്തികളുടെ ജീവിതം വളരെ ശോഭയേറിയതായിരിക്കുമെന്ന് പറയാൻ കാരണം അവർ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, യേശു അവരെ അറിയുന്നു. ഞാനൊരു വലിയ സന്തോഷ വാർത്ത പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും യേശു അറിയുന്നു. പേരറിയാം, ഇനീഷ്യൽസ് അറിയാം, വീട്ടുപേരറിയാം, പൊക്കം, വണ്ണം, ഉയരം, ഉള്ളിലുള്ള എല്ലാ ചിന്തകളും യേശുവിനറിയാം. ബാധ്യതകളുണ്ടെങ്കിൽ അതും അറിയാം. തലമുടിയുടെ എണ്ണം വരെ അറിയാം. നമുക്കറിയാമോ? നമുക്ക് പോലും നാം ചുമന്നുകൊണ്ട് നടക്കുന്ന നമ്മുടെ തലയിലെ മുടിയുടെ എണ്ണം അറിഞ്ഞുകൂടാ. പക്ഷേ അതും കർത്താവ് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇന്നലെ എത്ര മുടി ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ കുളിച്ചപ്പോൾ എത്ര എണ്ണം പോയി, ബാക്കി എത്രയുണ്ട്, കർത്താവിനതറിയാം. നാം അറിയാത്ത നമ്മെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പോലും യേശുവിനറിയാം. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാമോ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, മാത്രമല്ല എനിക്ക് അവയെ അറിയാം. ആൻഡ് ദേ ഫോളോ മീ. അവർ എന്നെ അനുഗമിക്കുന്നു. ഈ പ്രാർത്ഥനാ സമയത്ത് വലിയ പ്രതീക്ഷയോടെ, ഉള്ളിൽ വലിയ പ്രത്യാശയോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ത്രോട്ട് ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം, അസ്ഥികൾ ദ്രവിച്ച് ദ്രവിച്ച് പൊടിഞ്ഞു പോകുന്ന, എളുപ്പത്തിൽ ബ്രിറ്റിലായി പോകുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില പൈശാചിക ശക്തികളുടെ ഉപദ്രവം മൂലം വരുന്ന, അതുമൂലം വരുന്ന രോഗങ്ങൾ, രോഗാത്മാക്കൾ നിമിത്തമുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഞരമ്പുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അമിതമായ രോമ വളർച്ച മൂലം പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ ചില സഹോദരിമാരിലും സഹോദരന്മാരിലും മുടി വല്ലാതെ പൊഴിഞ്ഞു പോയി മനപ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. സുകുമാരൻ എന്ന പേരുള്ള ഒരു സഹോദരൻ കുഞ്ഞുങ്ങളില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ നൽകാൻ ആഗ്രഹിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുക. താങ്ക് യു ലോർഡ്. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. തൈറോയിഡ് പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി, സി തുടങ്ങിയത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. സ്പോണ്ടിലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗം എന്താണെങ്കിലും, ഇനി രോഗമല്ല മറ്റു ചില വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും കൈ നീട്ടി ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവേ, നീ എല്ലാറ്റിനും മതിയാവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
കർത്താവ് അത്ഭുതങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ചെയ്യുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നാളെ ആരംഭിക്കുകയാണ്. വരാതിരിക്കരുത്. നിങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ക്ഷണിക്കുന്നു. തീർച്ചയായും വരണം. അനുഗ്രഹങ്ങളാൽ നിറയണം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് അതിനെക്കുറിച്ച് പറയുക. കർത്താവ് ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. A child's language is the mother's language. ഒരു കുഞ്ഞിന്റെ ഭാഷ എന്നുള്ളത് അതിന്റെ അമ്മയുടെ ഭാഷയായിരിക്കും. That's why we call it mother tongue. എന്നും ജീവിക്കും.
സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: വിധവയുടെ വീട്ടിൽ എണ്ണ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചത് ആര്? ഹു ബ്ലെസ്ഡ് വിഡോസ് ഹൗസ് വിത്ത് ഓയിൽ? ഓപ്ഷൻസ്: എ ഏലിയാവ്, ബി ഗേഹസി, സി മികായാവ്, ഡി എലീഷ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.